പുലിയുടെ ആക്രമണം. കൊട്ടിയൂരിൽ 3 വയസ്സുള്ള ആടിനെ ആക്രമിച്ചു കൊന്നു. 2 വയസ്സുള്ള മറ്റൊരാടിനും ഗുരുതരമായി പരിക്കേറ്റു. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാനാണ് ചേരുന്നത്. ആഷിഖ്, തുടരുകയാണ് ഇത്തരത്തിൽ വന്യജീവി ആക്രമണം വയനാട്ടിൽ. ഇപ്പോൾ എവിടെ, ഏത് ഭാഗത്താണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്? നാട്ടുകാരൊക്കെ എന്താണ് പറയുന്നത്? സ്വാതി, വയനാട് തിരുനെല്ലിയിലാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. പുള്ളിപ്പുലി ഇന്നലെ പുലർച്ചെ 2:30 കൂടിയാണ് ഈ ഒരു ഗർഭിണിയായ ആടിനെ കടിച്ചു കൊന്നിരിക്കുന്നത്. മറ്റൊരു ആടിനും സമാന രീതിയിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കൃത്യമായ സ്ഥലം പറഞ്ഞാൽ വയനാട് തിരുനെല്ലി കോട്ടിയൂരാണ് ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത്. അവിടെ സാധാരണഗതിയിൽ പുലിയുടെ അടക്കം വലിയ സാന്നിധ്യം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അവിടെ കൊട്ടിയൂർ കാരമാട് ആടിയ ഉന്നതിയിലെ രതീഷിൻ്റെ 3 വയസ്സുള്ള ഗർഭിണിയായ ആടിനെയാണ് ഇന്നലെ രാത്രി ഈ ഒരു പുള്ളി ആക്രമിച്ച് കൊന്നിരിക്കുന്നത്. മറ്റൊരു ആ ഉന്നതിയിൽ തന്നെയുള്ള അതിന് അടുത്തുള്ള മറ്റൊരു വീടിലെ ഒരു ആടിനെ ഇത്തരത്തിൽ ആക്രമിക്കും. എന്നാൽ വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് ആടിനെ ഉപേക്ഷിച്ച് കടന്നു കളയുമായിരുന്നു. ഇവിടെ വലിയ ജനവാസ മേഖല, വലിയ രീതിയിൽ ഈ അത്തരത്തിൽ വന്യമൃഗശല്യങ്ങൾ ഉള്ള ഒരു സ്ഥലമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ആനശല്യം മൂലം വലിയ രീതിയിൽ ബുദ്ധിമുട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ പുലിയുടെ ആക്രമണം കൂടി അവിടെ വർദ്ധിക്കുന്നത്. അങ്ങനെയാണ് 2 പേരുടെ ഒരു ഉപജീവനം കൂടി മാർഗമായ ആടിനെ ഇത്തരത്തിൽ ഇന്നലെ രാത്രിയോടുകൂടി പുലിയുടെ ആക്രമണത്തിൽ നഷ്ടമായിരിക്കുന്നത്. ഇവിടെ നാട്ടുകാർ നിരവധി തവണ പരാതി പറഞ്ഞിട്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നും ഒരു പരാതിയുണ്ട്. വലിയ പരിഭ്രാന്തിയിലാണ് ഈ വയനാട് പുൽപ്പള്ളിയിലെ കോട്ടിയൂർ എന്ന് പറയുന്ന സ്ഥലം. എന്തായാലും ഈ ഇത്തരത്തിൽ സംഭവം, ഈ പുലിയുടെ ആക്രമണത്തിന് പിന്നാലെ വനംവകുപ്പ് അധികൃതർ അടക്കം വന്ന അവിടെ പരിശോധന നടത്തിയിട്ടുണ്ട്. നാട്ടുകാർ ഇത്തരത്തിൽ കൂട് സ്ഥാപിച്ച് ഈ പുലിയെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ എന്ന നിലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് അവിടെ പരിശോധന അടക്കം നടത്തിയിട്ടുണ്ട്. സ്വാതി. ശരി ആഷിഖ്.